കൂട്ടുകാരെല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു എക്യുപ്മെൻറ്റ്സ് പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ നിർമ്മിച്ചതാണ്. അപ്പോൾ ആർട്ടിസ്റ്റുകൾക്കൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഒന്നാണിത്. ഇത് പുറത്തുനിന്ന് ഒരു സാധാരണക്കാരൻ ഷോപ്പിൽ നിന്ന് ഇത് പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് പോകുന്നൊരു കേസാണ്. അതുകൊണ്ട് നമുക്കിത് വീട്ടിൽ തന്നെ എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. 2000 മുമ്പുള്ള വർഷങ്ങൾ, അതായത് 90കളിലൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന ആളുകൾക്ക് ഒരുപക്ഷെ പെട്ടെന്ന് മനസ്സിലാവും. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇതാണ് ബോർഡ് വയ്ക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. നാടൻ ഭാഷയിൽ ഇതിനെ മുക്കാലി എന്നാണ് പറയുന്നത്. ആർട്ടിസ്റ്റുകളുടെ ഭാഷയിൽ ഇതിനെ ഡ്രോയിങ് ഈസൽ ബോർഡ് എന്ന് പറയും. ഇത് നിർമ്മിക്കാനായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒരു 1.25 മീറ്ററോളം നീളം വരുന്നൊരു 3 പട്ടീസ്, 15 സെൻറ്റിമീറ്റർ നീളം വരുന്നൊരു പട്ടീസ്, 35 സെൻറ്റിമീറ്റർ നീളം വരുന്നൊരു പട്ടീസ്, അങ്ങനെ 5 പട്ടീസ് വേണം. അതുപോലെ തന്നെ 4 ആണി വേണം, ഒരു ഡോർ ഹിഞ്ചസ് വേണം, അതുപോലെ 4 സ്ക്രൂ. ഞാൻ ബോൾട്ട് ചെയ്തിട്ടാണ് പിടിപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് 4 സ്ക്രൂ. നിങ്ങൾക്ക് സ്ക്രൂ ഡ്രില്ല് ഉപയോഗിച്ച് ബോൾട്ട് ചെയ്യാനും ഇതിനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു 4 നെയിൽ തന്നെ ഉപയോഗിച്ച് ഉറപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം. ഇത്രയും സാധനങ്ങൾ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ സംഭവം റെഡി. പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഇത് നിർമ്മിക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ടും കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാതെ പോകരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ചെറിയ പട്ടീസ്, നമ്മുടെ 15 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തിട്ടുള്ള ചെറിയ പട്ടീസ് എടുത്തിട്ട് നമ്മുടെ ഡോർ ഹിഞ്ചസ് ഉണ്ടല്ലോ, വിജാഗിരി എന്ന് പറയും, അതിൻ്റെ ഓപ്പൺ ക്ലോസ് സൈഡ് മാറിപ്പോകരുത്. ഈ കാണുന്ന പോലെ തന്നെ 3 സ്ക്രൂവോ നെയിലോ വെച്ചിട്ട് ഉറപ്പിക്കുക. അതിനുശേഷം ആ വലിയ പട്ടീസ് ഡോർ ഹിഞ്ചസിൻ്റെ മറ്റേ സൈഡിൽ ഈ കാണുന്ന പോലെ തന്നെ ബോൾട്ട് ചെയ്ത് പിടിപ്പിക്കുക. ഇതാണ് ആദ്യത്തെ നമ്മുടെ വർക്ക്. അതിനുശേഷം 1 മീറ്റർ 1.25 മീറ്റർ ഉണ്ട്, ആ 2 എണ്ണം ആ 15 സെൻറ്റിമീറ്ററിൽ നമ്മൾ മുകളിൽ ഹിഞ്ചസ് പിടിപ്പിച്ചിട്ടുള്ള ആ പട്ടീസിൽ തന്നെ 2 അറ്റങ്ങളിലായിട്ട് ആവശ്യമുള്ള കോണളവിൽ നെയിലടിക്കുക. അതിനുശേഷം താഴെ നമ്മുടെ 35 സെൻറ്റിമീറ്ററിൻ്റെ പട്ടീസ് ഇതുപോലെ തന്നെ നെയിലടിച്ച് പിടിപ്പിക്കുക. സംഭവം ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പരിപാടി കഴിഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് പിന്നെ ഞാൻ ചെയ്യാൻ വിട്ടുപോയ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലോക്കിംഗ് സിസ്റ്റം കൂടി വേണമെങ്കിൽ ബാക്കിലെ നമ്മുടെ മുക്കാലി എന്ന് പറയുമല്ലോ, 3ാമത്തെ ലെഗിൻ്റെ ലോക്കാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ലോക്കിംഗ് സിസ്റ്റം കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനിതിൽ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇതുപോലൊരു ക്ലിപ്പ് മേടിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് റെക്കോർഡിങ് ചെയ്യാം. നിങ്ങൾക്ക് വരയ്ക്കുന്നതിന് ഒരു തടസ്സവുമില്ല. ഒരു ചെറിയ സ്റ്റൂൾ ഇട്ടിട്ട് ഇരുന്ന് വരയ്ക്കാൻ പറ്റുന്നൊരു പാകത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഹൈറ്റിനാണ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് പിന്നെ ഉപയോഗിക്കുന്ന ബോർഡിനോ അല്ലെങ്കിൽ ആളുടെ ഹൈറ്റിനനുസരിച്ചോ ഇതിൻ്റെ ലെങ്ത്ത് വേരിയേഷൻ ചെയ്ത് നിങ്ങൾക്ക് നിർമ്മിക്കാവുന്നതാണ്. മിക്കവരുടെയും വീട്ടിലും കാണും ഇതുപോലെ പട്ടീസ് അവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കാശ് മുടക്കലില്ലാതെ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ മടക്കിയെടുത്ത് ഒരു മൂലയ്ക്കെടുത്ത് മാറ്റിയും വയ്ക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ആക്കിയിട്ട്, എന്നാൽ മാത്രമാണ് ഞാനെടുത്ത പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ.